Assalamu alaikum. Welcome to my new video. ഖുർആൻ മാനവതക്കുള്ള അന്തിമ ബോധനം. എന്താണ് ഖുർആൻ? ഖുർആൻ ദൈവിക വചനം. ദൈവിക വചനത്തിന്റെ ലിഖിത രൂപമാണ് ഖുർആൻ. സർവശക്തനായ അല്ലാഹു ഗബ്രയേൽ അഥവാ ജിബ്രീൽ എന്ന മാലാഖ വഴി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ അന്തിമ ബോധനം. ഈ ഗ്രന്ഥത്തിന്റെ അവതരണം പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹുവിങ്കൽ നിന്നാകുന്നു. 39 അധ്യായം 1 വചനത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നു. ഈ ഗ്രന്ഥത്തിന്റെ അവതരണം പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹുവിങ്കൽ നിന്നാകുന്നു. ഖുർആൻ മാനവതക്കുള്ള മാർഗദർശനം. ജനങ്ങൾക്ക് മാർഗദർശനമായി കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ചു കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളായിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ. വിശുദ്ധ ഖുർആൻ 2 അധ്യായം സൂറത്തുൽ ബഖറയിലെ 185 വചനം. ഖുർആൻ മനുഷ്യർക്ക് സത്യാസത്യ വിവേചനത്തിന് സഹായകമായ മാർഗദർശനം നൽകുന്നു. അതിനെ അവലംബമാക്കാത്ത മനുഷ്യർ നിശ്ചയമായും നഷ്ടത്തിലാകുന്നു. ഖുർആൻ അന്തിമ വെളിപാട്. പുതിയ പതിപ്പുകളിലായി നിലവിലുള്ള വെളിപാടുകളിലെ സത്യവചനങ്ങളെ ശരിവച്ചും അവയിൽ കയറിക്കൂടിയതും പുനർനിർമ്മിച്ചതുമായവയെ തിരുത്തിയും ഗണ്ണിച്ചും സർവശക്തനായ അള്ളാഹു അവതരിപ്പിച്ച അന്തിമ ബോധനമാണ് പരിശുദ്ധ ഖുർആൻ. ഇതിനെപ്പറ്റി അള്ളാഹു പറയുന്നു 4 അധ്യായം 47 വചനത്തിൽ, ഹേ വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ, നിങ്ങളുടെ പക്കലുള്ള വേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് നാം അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. നാം ചില മുഖങ്ങൾ തുടച്ചു നീക്കിയിട്ട് അവയെ പിൻവശങ്ങളിലേക്ക് മാറ്റുന്നതിന് മുമ്പായി, അല്ലെങ്കിൽ ശബ്ദത്തിന്റെ ആൾക്കാരെ നാം ശപിച്ചതുപോലെ നിങ്ങളെയും ശപിക്കുന്നതിന് മുമ്പായി നിങ്ങൾ വിശ്വസിക്കുവിൻ. അള്ളാഹുവിന്റെ കൽപ്പന പ്രാവർത്തികമാക്കപ്പെടുക തന്നെ ചെയ്യും. ഖുർആനിക വെളിപാട് എപ്രകാരമായിരുന്നു? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായ ദൈവിക വെളിപാടാണ് ഖുർആൻ. ബോധനം ചെയ്യപ്പെട്ട അതേ ഭാഷയിൽ അഥവാ അറബിയിൽ അത് നിലനിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ഭാഷാന്തരം ചെയ്ത ഖുർആനിക ആശയങ്ങൾ വിവിധ ഭാഷകളിൽ ഇന്ന് ലഭ്യമാണ്. ഒരു സമ്പൂർണ്ണ കൃതി എന്ന നിലയിൽ ഒറ്റ തവണയായി അവതീർണമായതല്ല ഖുർആൻ. വിവിധ സന്ദർഭങ്ങളിലായി 23 വർഷ കാലയളവ് കൊണ്ടാണ് അത് പൂർത്തിയായത്. അതുകൊണ്ട് തന്നെ ഖുർആൻ അവതീർണമായ സന്ദർഭങ്ങളുടെ പഠനം അനിവാര്യമാണ്. മറിച്ചുള്ള രീതികൾ അതിന്റെ അധ്യാപനത്തെ തെറ്റിദ്ധരിക്കാൻ ഇട നൽകും. ഖുർആൻ അതിന്റെ സംരക്ഷണം. അവതീർണമായ നാൾ മുതൽ ഇന്നോളം സംശുദ്ധതയോടെ നിലനിൽക്കുകയും ജനങ്ങൾക്കിടയിൽ ദീർഘകാലമായി കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഏക പവിത്ര ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള അവതരണത്തിൽ യാതൊന്നും ചേർക്കപ്പെടുകയോ എടുത്തു മാറ്റുകയോ നവീകരിക്കുകയോ ചെയ്യാതെ തനതായ അവസ്ഥയിലാണ് അന്നും ഇന്നും അതുള്ളത്. ഇതിനെപ്പറ്റി അള്ളാഹു 15 അധ്യായം 9 വചനത്തിൽ വ്യക്തമാക്കുന്നു. തീർച്ചയായും നാമാണ് ആ ഉത്ബോധനം അവതരിപ്പിച്ചത്, തീർച്ചയായും നാം അതിനെ കാത്തുസൂക്ഷിക്കുന്നതുമാണ്. ഖുർആന്റെ സംരക്ഷണം അള്ളാഹു തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ 15 അധ്യായത്തിൽ 9 വചനത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നത് കാണുക. തീർച്ചയായും നാമാണ് ആ ഉത്ബോധനം അവതരിപ്പിച്ചത്, തീർച്ചയായും നാം അതിനെ കാത്തുസൂക്ഷിക്കുന്നതുമാണ്. അവതരിപ്പിച്ച നാൾ മുതൽ ഇന്നുവരെയും ലിഖിത രൂപത്തിൽ മാത്രമല്ല, സ്ത്രീ പുരുഷ ആബാല വൃദ്ധത്തിന്റെ ഹൃദയത്തിലും അത് സുരക്ഷിതമാണ്. ദശലക്ഷങ്ങളുടെ ഹൃദയത്തടത്തിൽ ഒരു പദമൊഴിയാതെ മനഃപ്പാഠമായി അത് അവതീർണമായ നാൾ മുതൽ ഇന്നുവരെയും നിലകൊള്ളുന്നു. ശാസ്ത്രാത്ഭുതങ്ങൾ. വിശുദ്ധ ഖുർആനിലെ ശാസ്ത്രാത്ഭുതങ്ങൾ ആധുനിക ശാസ്ത്രത്തിന് വിരുദ്ധമാകുകയല്ല, മറിച്ച് സഹായകമായി വർത്തിക്കുകയാണ് ഖുർആൻ.
ഭ്രൂണശാസ്ത്രം, കാലാവസ്ഥാ ശാസ്ത്രം, ഗോളശാസ്ത്രം, ഭൂമിശാസ്ത്രം, സമുദ്രശാസ്ത്രം തുടങ്ങി വിവിധ ശാസ്ത്ര മേഖലകളിലെ പ്രകൃതി പ്രതിഭാസങ്ങളെ കൃത്യതയോടെ വിശദമാക്കുന്ന ഒട്ടേറെ സൂക്തങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നതാണ് ഖുർആനിനെ ശ്രദ്ധേയമാക്കുന്ന അനേക തലങ്ങളിൽ ഒന്ന്. 7-ാം നൂറ്റാണ്ടിലേക്ക് ചേർത്ത് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ കാണുന്ന വിശദാംശങ്ങളിൽ ശാസ്ത്രകാരന്മാർക്ക് ദർശിക്കാനാകുന്നത് അവിശ്വസനീയമാം വിധമുള്ള കൃത്യതയാണ്. വിശുദ്ധ ഖുർആൻ 41-ാം അധ്യായം 53-ാം വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നു, ഇത് ഖുർആൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാകത്തക്കവണ്ണം വിവിധ ദിക്കുകളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നത് തന്നെ മതിയായതല്ലേ. വാസ്തവത്തിൽ ഖുർആനിൽ പരാമർശിതമായ ശാസ്ത്രാത്ഭുതങ്ങളിൽ പലതും കണ്ടുപിടിക്കപ്പെട്ടത് ശാസ്ത്രം സാങ്കേതികമായി വളർച്ച പ്രാപിച്ച സമീപകാലത്ത് മാത്രമാണ്. താഴെ പറയുന്നവ ചില ഉദാഹരണങ്ങൾ മാത്രം. സമീപകാലം വരെ ശാസ്ത്ര സമൂഹത്തിന് അജ്ഞമായിരുന്ന മനുഷ്യ ഭ്രൂണ വളർച്ചാ ഘട്ടങ്ങൾ ഖുർആനിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. പൊടിപടല ധൂമങ്ങളിൽ നിന്നാണ് വാനലോകത്തെ താരസമൂഹങ്ങളും ഗ്രഹങ്ങളും ചന്ദ്രനുമെല്ലാം രൂപം കൊണ്ടതെന്ന് ഖുർആൻ പ്രസ്താവിക്കുന്നു. പോയ കാലങ്ങളിൽ അജ്ഞമായിരുന്ന ഈ വസ്തുതകൾ ആധുനിക ഗോളശാസ്ത്ര ലോകത്ത് നിസ്തർക്കം അംഗീകരിക്കപ്പെടുന്നവയത്രേ. 2 സമുദ്രങ്ങളുടെ സംഗമത്തെ അനുവദിക്കുന്നതോടൊപ്പം അവയുടെ തനതായ താപവും സാന്ദ്രതയും ഉപ്പുരസവും നിലനിർത്തിക്കൊണ്ട് അവയെ വേർതിരിക്കുന്ന മേഖലകളുടെ സാന്നിധ്യം ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു. ഈ ദൈവിക ദൃഷ്ടാന്തങ്ങളെല്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഖുർആനിൽ കൃത്യമായി വിശദമാക്കപ്പെട്ടവയാണ്. ഖുർആന്റെ നിസ്തുലത. അവതീർണമായ നാൾ മുതൽ ഖുർആനിനു സമാനമായ ചേതോഹരവും ഉദാത്തവും ഭൗതികവും ആകർഷകവും പ്രവചനാത്മകവും സമഗ്ര സമ്പൂർണവുമായ ഒരധ്യായമെങ്കിലും കൊണ്ടുവരാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആന്റെ വെല്ലുവിളി നാം കേൾക്കുക. 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 23-ാം വചനത്തിൽ അള്ളാഹു വെല്ലുവിളിക്കുന്നു, നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്തതിനെ വിശുദ്ധ ഖുർആനെ പറ്റി നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ അതിൻ്റേതുപോലുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. അള്ളാഹുവിന് പുറമെ നിങ്ങൾക്കുള്ള സഹായികളെയും വിളിച്ചുകൊള്ളുക. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതാണല്ലോ വേണ്ടത്. വിശുദ്ധ ഖുർആന്റെ ഈ വെല്ലുവിളിക്ക് മുമ്പിൽ പ്രവാചകനെ തിരസ്കരിച്ച സമൂഹം പരാജിതമാവുകയാണുണ്ടായത്. ഖുർആന്റെ ഭാഷാ ചൈതന്യത്തിൽ അവർ ആകൃഷ്ടരാകുകയായിരുന്നു. ആ വെല്ലുവിളി ഉത്തരമില്ലാതെ ഇന്നും തുടരുന്നു. വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യങ്ങൾ ഒന്നും തന്നെയില്ല. മനുഷ്യരചനകളിൽ പദ വ്യാകരണ പിശകുകളും ആശയ ചോർച്ചയും പരസ്പര വിരുദ്ധ പ്രസ്താവനകളും അയഥാർത്ഥ അവതരണങ്ങളും മറ്റനവധി അസംബന്ധങ്ങളും സ്വാഭാവികം മാത്രമാണ്. ഇതിനെപ്പറ്റി ഖുർആൻ 4-ാം അധ്യായം 82-ാം വചനത്തിൽ വ്യക്തമാക്കുന്നു, അവർ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ? അത് അള്ളാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നുള്ളതായിരുന്നുവെങ്കിൽ അവരതിൽ ധാരാളം വൈരുദ്ധ്യം കണ്ടെത്തുമായിരുന്നു. പരിശുദ്ധ ഖുർആനിലാകട്ടെ ഏതെങ്കിലും നിലക്കുള്ള വൈരുദ്ധ്യങ്ങൾ അത് ജലചക്ര സംബന്ധമായ ശാസ്ത്ര വിശദീകരണങ്ങളാകട്ടെ ഭ്രൂണ ഭൗമ ഗോളശാസ്ത്രങ്ങളിലോ ചരിത്ര സംഭവങ്ങളിലോ വസ്തുതകളിലോ പ്രവചനങ്ങളിൽ തന്നെയോ ആകട്ടെ കാണുക സാധ്യമല്ല. ഇത് മുഹമ്മദിന്റെ രചന ആകാവതല്ല. വിശുദ്ധ ഖുർആൻ ഇത് മുഹമ്മദിന്റെ രചന ആകാവതല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തും വായനയും അറിയാത്ത നിരക്ഷരനായിരുന്നു എന്നത് ചരിത്രത്തിൽ അറിയപ്പെട്ട വസ്തുതയാണ്. ഈ മഹത് ഗ്രന്ഥത്തിന്റെ ഭാഷാഭംഗിയോ ശാസ്ത്രപരവും ചരിത്രപരവുമായ വസ്തുതകൾ വിശദമാക്കാനുതകുന്നതോ ആയ ഏതെങ്കിലും മേഖലയിലുള്ള ഒരു പഠനവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുമില്ല. വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം 37-ാം വചനത്തിൽ അള്ളാഹു പ്രസ്താവിക്കുന്നു, അള്ളാഹുവിന് പുറമെ മറ്റാരാലും ഈ ഖുർആൻ കെട്ടിച്ചമക്കപ്പെടാവുന്നതല്ല. പ്രത്യുത അതിന്റെ മുമ്പുള്ള ദിവ്യ സന്ദേശത്തെ സത്യപ്പെടുത്തുന്നതും ദൈവിക പ്രമാണത്തിന്റെ വിശദീകരണവുമത്രേ അത്. അതിൽ യാതൊരു സംശയവുമില്ല.
ലോകരക്ഷിതാവിങ്കിൽ നിന്നുള്ളതാണ് അത്. ഭൂതകാല സമൂഹങ്ങളെ കുറിച്ചും സംസ്കാരങ്ങളെക്കുറിച്ചും എല്ലാമുള്ള സംക്ഷിപ്തവും എന്നാൽ കൃത്യവുമായ ഖുർആനിക വിവരണം ഒരു മനുഷ്യനാൽ സാധ്യവുമല്ല. ദിവ്യബോധനത്തിന്റെ ആവശ്യകത എന്തിന്? ഏക സത്യദൈവ വിശ്വാസത്തിന്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 163-ാം വചനത്തിൽ പറയുന്നു, നിങ്ങളുടെ ദൈവം ഏകദൈവം മാത്രമാകുന്നു, അവനല്ലാതെ യാതൊരു ദൈവവുമില്ല, അവൻ പരമകാരുണ്യകനും കരുണാനിധിയുമത്രേ. ഖുർആനിലുടനീളം പ്രതിപാദിച്ചിരിക്കുന്ന സുപ്രധാന വിഷയമാണ് ഏക സത്യദൈവ വിശ്വാസം. തനിക്ക് പങ്കുകാരോ പുത്രനോ സമന്മാരോ ഇല്ല എന്നും ഏകനായ അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നുമാണ് ദൈവം നമ്മെ അറിയിക്കുന്നത്. ഉപമകളേതുമില്ല എന്നതുപോലെ ദൈവത്തിന് സദൃശ്യമായി സൃഷ്ടികളിൽ യാതൊന്നും തന്നെ ഇല്ല. ദൈവത്തിൽ മാനുഷിക ഗുണങ്ങളും പരിമിതികളും സങ്കൽപ്പിക്കുന്ന ചേതനകളെ ഖുർആൻ പാടെ തിരസ്കരിക്കുന്നു. ദിവ്യബോധനത്തിന്റെ ആവശ്യകത എന്തിന്? വ്യാജദൈവങ്ങളെ കയ്യൊഴിക്കാൻ. ഖുർആൻ 4-ാം അധ്യായം 36-ാം വചനത്തിൽ വ്യക്തമാക്കുന്നു, നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുകയും അവനോട് യാതൊന്നും പങ്കുചേർക്കാതിരിക്കുകയും മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുകയും ചെയ്യുക. ആരാധനക്കർഹൻ അള്ളാഹു മാത്രമായിരിക്കെ വ്യാജമൂർത്തികളും ദൈവങ്ങളും തിരസ്കരിക്കപ്പെടേണ്ടവ തന്നെയാണ്. ദിവ്യത്വം അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നതും ഖുർആൻ തീർത്തും അവഗണിക്കുന്നു. ദിവ്യബോധനത്തിന്റെ ആവശ്യകത എന്തിന്? ഭൂതകാല വൃത്താന്ത വിവരണത്തിന്. ആദം, നോഹ, അബ്രഹാം, മോശ, യേശു തുടങ്ങിയ മുൻ പ്രവാചകന്മാരുടെ വസ്തുതാപരമായ ചരിത്രവും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന വിവിധ സംഭവ വിവരണങ്ങളും ഖുർആനിലെ ഉള്ളടക്കങ്ങളാണ്. അത്തരം വൃത്താന്തങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, തീർച്ചയായും അവരുടെ ചരിത്രത്തിൽ ബുദ്ധിമാന്മാർക്ക് പാഠമുണ്ട്. അത് കെട്ടിയുണ്ടാക്കാവുന്ന ഒരു വർത്തമാനമല്ല, പ്രത്യുത അതിന്റെ മുമ്പുള്ളതിനെ അഥവാ വേദങ്ങളെ ശരിവെക്കുന്നതും എല്ലാ കാര്യത്തെയും സംബന്ധിച്ചുള്ള ഒരു വിശദീകരണവും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മാർഗദർശനവും കാരുണ്യവുമാകുന്നു അത് ഖുർആൻ. വിചാരണ ദിനത്തെ ഓർമ്മപ്പെടുത്താൻ ഏവരും മരണം രുചിക്കുമെന്നും ഓരോരുത്തരും തങ്ങളുടെ കർമ്മങ്ങൾക്കും വർത്തമാനങ്ങൾക്കും കണക്ക് പറയേണ്ടി വരുമെന്നും ഈ മഹത് ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഖുർആൻ 21-ാം അധ്യായം 47-ാം വചനത്തിൽ പ്രസ്താവിക്കുന്നു, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നീതിപൂർണമായ തുലാസുകൾ നാം സ്ഥാപിക്കുന്നതാണ്. അപ്പോൾ ഒരാളോടും ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. അത് കർമ്മം ഒരു കടുകുമണിത്തൂക്കമുള്ളതാണെങ്കിലും നാം അത് കൊണ്ടുവരുന്നതാണ്. കണക്ക് നോക്കുവാൻ നാം തന്നെ മതി. ദിവ്യബോധനത്തിന്റെ ആവശ്യമെന്ത്? ജീവിത ലക്ഷ്യപൂർത്തീകരണത്തിന് ദൈവത്തെ മാത്രം ആരാധിക്കുകയും ദൈവിക മാർഗദർശനാനുസാരം ജീവിതം നയിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് സഗൗരവം ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എല്ലാ വാക്ക് വിചാര കർമ്മങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാമിലെ ആരാധന. അപ്രകാരം ദൈവിക കൽപ്പനകൾ കലവറ കൂടാതെ അനുവർത്തിക്കുക വഴി ഒരു മുസ്ലിം ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. ഈ വിഷയകമായി ഏതാനും ഖുർആനിക വചനങ്ങൾ നോക്കുക. പ്രാർത്ഥന. സത്യവിശ്വാസികളെ, നിങ്ങൾ കുമ്പിടുകയും സാഷ്ടാംഗം ചെയ്യുകയും നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക. നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം 77-ാം വചനം. ദാനത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു, അതിനാൽ നിങ്ങൾക്ക് സാധ്യമായ വിധം അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും നിങ്ങൾക്ക് തന്നെ ഗുണകരമായ നിലയിൽ ചെലവഴിക്കുകയും ചെയ്യുക. ആർ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് കാത്തുരക്ഷിക്കപ്പെടുന്നുവോ അവർ തന്നെയാകുന്നു വിജയം പ്രാപിച്ചവർ. സത്യസന്ധതയെപ്പറ്റി ഖുർആൻ ഉണർത്തുന്നു, നിങ്ങൾ സത്യം അസത്യവുമായി കൂട്ടിക്കുഴക്കരുത്. അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചുവെക്കുകയും ചെയ്യരുത്.
സൂറത്തുൽ ബഖറ 42 വചനം. പാതിവൃത്യം പുലർത്തുക. നബിയെ, നീ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും ഗുഹ്യാവയവങ്ങൾ കാത്തു സംരക്ഷിക്കുവാനും പറയുക. അതാണ് അവർക്ക് ഏറെ പരിശുദ്ധമായിട്ടുള്ളത്. തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. നന്ദി കാണിക്കുന്നതിനെപ്പറ്റി അള്ളാഹു ഉണർത്തുന്നു. നിങ്ങളുടെ മാതാപിതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾക്ക് അവൻ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും നൽകുകയും ചെയ്തു. നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാൻ വേണ്ടി നീതിയിൽ വർത്തിക്കുക. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരെന്ന നിലയിൽ കണിശമായി നീതി നിലനിർത്തുന്നവരായിരിക്കണം. അത് നിങ്ങൾക്ക് തന്നെയോ നിങ്ങളുടെ മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ എന്നിവർക്കോ പ്രതികൂലമായിരുന്നാലും ശരി. കക്ഷി ധനികനോ ദരിദ്രനോ ആകട്ടെ, ആ രണ്ട് വിഭാഗത്തോടും കൂടുതൽ ബന്ധപ്പെട്ടവൻ അള്ളാഹു ആകുന്നു. അതിനാൽ നിങ്ങൾ നീതി പാലിക്കാതെ തന്നിഷ്ടങ്ങളെ പിൻപറ്റരുത്. നിങ്ങൾ വളച്ചൊടിക്കുകയോ ഒഴിഞ്ഞു മാറുകയോ ചെയ്യുന്ന പക്ഷം തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു. ക്ഷമിക്കുക, നീ ക്ഷമിക്കുക. സുഹൃതവാന്മാരുടെ പ്രതിഫലം അള്ളാഹു ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയുകയില്ല. തീർച്ച. നന്മ ചെയ്യുക. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവുമുണ്ട്. സംഗ്രഹം. സംക്ഷിപ്തമായി പറഞ്ഞാൽ, ഏക സത്യദൈവത്തെ എപ്രകാരം ആരാധിക്കണമെന്നും അതുവഴി ജീവിത ലക്ഷ്യം പൂർത്തീകരിച്ച് ഇഹപരമോക്ഷം നേടാമെന്നും മാനവ സമൂഹത്തെ പഠിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. 39 അധ്യായം 41 വചനത്തിൽ അള്ളാഹു ഉണർത്തുന്നു, തീർച്ചയായും നാം മനുഷ്യർക്ക് വേണ്ടി സത്യപ്രകാരമുള്ള വേദഗ്രന്ഥം നിന്റെ മേൽ ഇറക്കി തന്നിരിക്കുന്നു. ആകിയാൽ വല്ലവനും സന്മാർഗം സ്വീകരിച്ചാൽ അത് അവന്റെ ഗുണത്തിന് തന്നെയാകുന്നു. വല്ലവനും വഴിപിഴച്ചു പോയാൽ അവൻ വഴിപിഴച്ചു പോകുന്നതിന്റെ ദോഷവും അവന് തന്നെ. നീ അവരുടെ മേൽ കൈകാര്യകർത്താവൊന്നുമല്ല. ഈ പരിഭാവന ഗ്രന്ഥം ഒരാവർത്തി വായിക്കാനെങ്കിലും താങ്കൾക്ക് ബാധ്യതയില്ലേ?